ജപ്പാനിലെ വ്യൂ പോയിന്റ് തേടിയുള്ള യാത്ര തുടരുകയാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടതുപോലെ തന്നെ ജപ്പാനിലെ വലിയൊരു മാളായ ഇയോൺ മാളിൽ കയറിയിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങും ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറി. ഇനി നമ്മൾ പോകുന്നത് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തൊയാമയിലെ പ്രശസ്തമായ ഒരു സ്ഥലം അമഹരാശി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വൈകുന്നേരം ഒരു 6:30-6:45 ഇവിടെ എത്തിയത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സൺസെറ്റ് കൂടെ നമ്മൾക്ക് ഇവിടുന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു അമഹരാശി കോസ്റ്റിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഈ ഒരു കടലും മുകളിൽ കാണുന്ന വലിയ മഞ്ഞുമലകളും പിന്നെ ഈ ഒരു ഒറ്റ റെയിൽവേ പാതയും അതിലെ കൂടെ സഞ്ചരിക്കുന്ന ട്രെയിനും അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. മുമ്പ് ഈ ഒരു റെയിൽവേ പാത ഉണ്ടായിട്ടില്ല. ഈ ഒരു റെയിൽവേ പാത വന്നതിന് ശേഷം ഈ ഒരു സ്ഥലങ്ങൾ ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു. ആ മുകളിൽ കാണുന്ന മഞ്ഞുമലകൾ ഫോഗ് കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. ഫോഗ് ഇല്ലാതെ കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്ന വ്യൂ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഈ ഒരു ആംബിയൻസ് കിട്ടിയെങ്കിലും ആ ഒരു മഞ്ഞുമലകളുടെ ഒരു അഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു വ്യൂ പോയിൻ്റൊക്കെ നമ്മൾ കണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ത്യക്കാരടക്കം ഇവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ജപ്പാനിലെ കാഴ്ചകൾ കാണാൻ നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.